കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സീറോ മലബാർ സഭയ്ക്ക് ഏറെ നിർണായകമായിരുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ്. കൽതായിച്ചേരിയും കൽതായി വിടുതലും പതിവ് പോലെ സ്ഥാനാർത്ഥികളെ മുമ്പോട്ട് വെച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല കൂടി ഏൽക്കേണ്ടി വരും എന്നതിനാൽ കൽതായ പക്ഷത്ത് നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കപ്പെട്ടവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ മറുപക്ഷം അധികാരത്തിലെത്തുന്നത് തടയാനും കൽതായ വിഭാഗം ശ്രദ്ധിച്ചു. ഇത്തരത്തിൽ ഇരുപക്ഷവും മത്സര രംഗത്തുണ്ടായിരുന്ന സിനഡ് സമ്മേളനത്തിലാണ് ബിഷപ്പ് റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ കപ്താനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സഭ ആസ്ഥാനത്ത് നടന്ന സിനഡ് 2ാം റൗണ്ട് വോട്ടെടുപ്പിലാണ് റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ റൗണ്ടിൽ ആർക്കും 3/2 ഭൂരിപക്ഷം കണ്ടെത്താനായില്ല. 1ാം റൗണ്ടിൽ തന്നെ പാലാ രൂപതാ ബിഷപ്പ് കല്ലറങ്ങാട്ട്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, കല്യാൺ രൂപതാ ബിഷപ്പ് തോമസ് ലെവനാൽ എന്നിവർ തങ്ങൾ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് മറ്റ് മെത്രാന്മാരും വിമുഖത അറിയിച്ചതോടെ സമവായ സ്ഥാനാർത്ഥിയായി സിനഡിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ശംഷാബാദ് മെത്രാനായ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയാണ് ശംഷാബാദ്. കേരളത്തിന് പുറത്ത് ഇന്ത്യ ഒട്ടാകെ അധികാരാതിർത്തിയുണ്ട് ശംഷാബാദ് രൂപതയ്ക്ക്. ഇവിടെ നിന്ന് ലോകം മുഴുവൻ അധികാര അതിർത്തിയുള്ള സീറോ മലബാർ സഭയുടെ ആഗോള തലവനായി ബിഷപ്പ് തട്ടിൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നു റാഫേൽ തട്ടിൽ ആദ്യം ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് വത്തിക്കാൻ ശംഷാബാദ് രൂപത പ്രഖ്യാപിച്ചപ്പോൾ സിനഡ് ബിഷപ്പ് തട്ടിലിനെ അവിടേക്ക് നിയോഗിച്ചു. ആരാധനാക്രമ വിഷയത്തിൽ കൽതായച്ചേരിയോട് ചേർന്ന് നിൽക്കുമ്പോഴും സമവായത്തിൻ്റെ പാതയിലാണ് ബിഷപ്പ് തട്ടിൽ സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ തട്ടിലിന് കഴിയും എന്നാണ് കരുതുന്നത്. ഈ ചർച്ചയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഏതാണെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല. ഞാൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അജണ്ട കോൾ ഫോർ ചെയ്യും. നമ്മുടെ പിതാക്കന്മാരുടെ ആഗ്രഹങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും. അവിടെയൊക്കെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയപരിധി അനുവദിക്കുന്ന പോലെ ഞങ്ങളത് ടേബിൾ ചെയ്യും. സീറോ മലബാർ സഭ ഒരു വളർച്ചയുടെ പാതയിലാണ്. അതിൻ്റെ പൂർണ്ണ വളർച്ച ഇന്ന് പാട്രിയാർക്കൽ സ്റ്റേറ്റിലാണ്. അത് എപ്പോഴാ കിട്ടുക അറിയില്ല. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലാദ്യമായി സഭാതലവൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് കത്തീഡ്രലില്ല. എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക ചടങ്ങുകൾക്കായി വിട്ടു നൽകാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ നിബന്ധനകൾ മുമ്പോട്ട് വെച്ചതോടെ സ്ഥാനാരോഹണ ചടങ്ങ് മൗണ്ടിൽ നടത്താൻ സഭാ നേതൃത്വം നിർബന്ധിതമായി. ഇതോടെ സീറോ മലബാർ സഭയുടെ തലവന് പ്രത്യേക രൂപത വേണമെന്ന ആവശ്യം കൂടുതൽ ശക്തിപ്പെട്ടു. പുതിയ രൂപതയും പേരും വത്തിക്കാൻ ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് സഭാ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. മൗണ്ട് സെന്റ് തോമസിൽ കത്തീഡ്രൽ ബസലിക്ക നിർമ്മിക്കാനാണ് തീരുമാനം. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ സിനഡ് സമ്മേളനം സമാപിക്കുന്ന 13-ന് ഉണ്ടാകും. മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ രൂപത, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്ക നടപടികൾ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപ്പോലീത്തയുടെ തിരഞ്ഞെടുപ്പ്, എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലീത്തയുടെ നിയമനം എന്നിവയാകും സിനഡിന്റെ മുഖ്യ അജണ്ട. വത്തിക്കാനിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി നൽകിയ ഉത്തരവുകൾ സിനഡിന് നടപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. അതിനാൽ വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ബിഷപ്പ് തട്ടിൽ ഈ വിഷയം കൈകാര്യം ചെയ്യൂ എന്ന് ഉറപ്പാണ്. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പ് തട്ടിലിനെ എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയെയും മറ്റ് സംവിധാനങ്ങളും സ്വാഗതം ചെയ്തു. എന്നാൽ അതിരൂപതയുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. അതിനാൽ നിലവിലെ പോരാട്ടം തുടരുമെന്ന് ഉറപ്പാണ്.